ഹായ് മക്കളെ, നമസ്കാരം. നമ്മൾ ഓരോ പ്രധാനപ്പെട്ട പാഠഭാഗത്തു നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ പരിശോധിക്കുന്ന സെഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ മുൻകാല കുറച്ച് പാഠഭാഗങ്ങൾ എന്ത് ചെയ്തു, പരിശോധിച്ച് കഴിഞ്ഞു. അതിൽ നിന്ന് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പരിശോധിച്ചു. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഏതാണ്, അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതണം. ഒരൊറ്റ ചോദ്യം വെറും 2 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഉത്തരം പഠിക്കാൻ പോവാണ്. തൻ്റെ ജീവിതം വെറും ഒരു പേക്കിനാവായി തീർന്നു. ആത്മാവിൻ്റെ വെളിപാടുകളിൽ ദസ്തയേവ്സ്കി ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. തൻ്റെ ജീവിതം വെറും ഒരു പേക്കിനാവായി തീർന്നു. ദസ്തയേവ്സ്കി ഇങ്ങനെ ചിന്തിക്കാനിടയായ ജീവിത സാഹചര്യം എന്ത്? നോവൽ ഭാഗത്തെ മുൻനിർത്തി കുറിപ്പ് തയ്യാറാക്കുക. 4 മാർക്കിന് വരുന്ന ചോദ്യം. 4 മാർക്ക് നമ്മൾ വിട്ടുകളയില്ല. ദേ പിടിച്ചോളൂ ഉത്തരം. സങ്കീർണതകൾ നിറഞ്ഞ ജീവിതമായിരുന്നു ദസ്തയേവ്സ്കിയുടേത്. സങ്കീർണതകൾ നിറഞ്ഞ ജീവിതമായിരുന്നു ദസ്തയേവ്സ്കിയുടേത്. ചൂതുകളി ഭ്രാന്ത്, അതുമൂലം വന്നു ചേർന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, കുറ്റബോധം, ചുഴലി രോഗം, ഭാര്യയുടെ മരണം, ജ്യേഷ്ഠൻ്റെ മരണം, ജ്യേഷ്ഠൻ്റെ കുടുംബത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കൽ. എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ? ചൂതുകളി ഭ്രാന്ത്, അതുമൂലം വന്നു ചേർന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, കുറ്റബോധം, ചുഴലി രോഗം, ഭാര്യയുടെ മരണം, ജ്യേഷ്ഠൻ്റെ മരണം, ജ്യേഷ്ഠൻ്റെ കുടുംബത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കൽ. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് ദസ്തയേവ്സ്കിയുടെ ജീവിതം കടന്നു പോകുന്നത്. ഇത്തരം സാഹചര്യങ്ങളും അത് സൃഷ്ടിക്കുന്ന ആത്മസംഘർഷങ്ങളും മനസ്സിൻ്റെ ഭാരവും വല്ലാതെ ഉലയ്ക്കുന്നത് കൊണ്ടാണ് ജീവിതം വെറും ഒരു പേക്കിനാവായി തീർന്നു എന്ന് ആർക്ക് തോന്നിയത്? ദസ്തയേവ്സ്കി ചിന്തിക്കുന്നത്. സെറ്റാണോ? സങ്കീർണതകൾ നിറഞ്ഞ ജീവിതമായിരുന്നു ദസ്തയേവ്സ്കിയുടേത്. ചൂതുകളി ഭ്രാന്ത്, അതുമൂലം വന്നു ചേർന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, കുറ്റബോധം, ചുഴലി രോഗം, ഭാര്യയുടെ മരണം, ജ്യേഷ്ഠൻ്റെ മരണം, ജ്യേഷ്ഠൻ്റെ കുടുംബത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കൽ. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് ദസ്തയേവ്സ്കിയുടെ ജീവിതം കടന്നു പോകുന്നത്. ഇത്തരം സാഹചര്യങ്ങളും അത് സൃഷ്ടിക്കുന്ന ആത്മസംഘർഷങ്ങളും മനസ്സിൻ്റെ ഭാരവും വല്ലാതെ ഉലയ്ക്കുന്നത് കൊണ്ടാണ് ജീവിതം വെറും ഒരു പേക്കിനാവായി മാറിയെന്ന് ദസ്തയേവ്സ്കി ചിന്തിക്കുന്നത്. ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കുക. നമ്മുടെ ഉത്തരം പൂർത്തിയായി. നമ്മുടെ പേപ്പറിൽ 4 മാർക്ക് വീണു. ഇനി ഇത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. 2 തവണ ഒന്ന് വീഡിയോ കേൾക്കുക, മനസ്സിനകത്ത് സെറ്റായിരിക്കും. ഓക്കെ, താങ്ക് യു.